പുള്ളിക്കാരനെ തേക്കും തോറും ഇങ്ങനെ മിനിങ്ങി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പെർഫോമൻസ് ഒരു രക്ഷയില്ല, അസാധ്യ പെർഫോമൻസ്. പറയാം, രാഷ്ട്രീയ കളികൾ വേറൊന്നും ഇല്ലെങ്കിൽ അടുത്ത നാഷണൽ അവാർഡ് പുള്ളിക്ക് തന്നെ ഉള്ളതായിരിക്കും, അത് ഉറപ്പാണ്. മമ്മൂക്കേ ശരിക്കും അതിനകത്ത് ചില സീൻസൊക്കെ നമ്മൾ ഞെട്ടിക്കുന്നുണ്ട്. ബ്രഹ്മയോഗം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നത് തന്നെ ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ 17-ാം നൂറ്റാണ്ടിൻ്റെ ഒരു കഥയാണ് പറയുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതൊരു ഭാഗ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷന് അതൊരു ഭാഗ്യമാണ്. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ അത് ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യയിലൊക്കെ വരുന്നത്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മമ്മൂക്ക, അർജുൻ അശോകൻ, പിന്നെ സിദ്ധാർത്ഥ്, ഇവരെ 3 പേരുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല. ഇതൊക്കെ ടോട്ടലി ഡിഫറെൻറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, മമ്മൂക്ക എന്ന് പറഞ്ഞാൽ തേച്ചാൽ ഇനിയും മിനുങ്ങുമെന്ന് പറഞ്ഞാൽ എനിക്ക് പുള്ളിക്കാരനെ തേക്കും തോറും ഇങ്ങനെ മിനിങ്ങി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പെർഫോമൻസ് ഒരു രക്ഷയില്ല, അസാധ്യ പെർഫോമൻസ്. തീർച്ചയായിട്ടും മമ്മൂക്കയുടെ വേറിട്ടൊരു അഭിനയ ശൈലി തന്നെയാണ് ഇതിനകത്ത്. ഗംഭീരമായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. അത് തിയേറ്ററിൽ തന്നെ കയറി സിനിമ കാണണം. സിനിമ വലിയ എന്താ പറയുക, വലിയ ഈ കൊമേഴ്ഷ്യൽ അങ്ങനെയുള്ള സംഭവമൊന്നുമല്ല. പക്ഷേ ഫുള്ള് ഹൊററല്ല. ഹൊറർ മീൻസ് ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം. ഇപ്പോൾ ഭൂതകാലം സിനിമ കണ്ട ആ ഒരു ജോണറല്ല സിനിമ. അതിൽ നിന്നൊക്കെ ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഗംഭീര പെർഫോമൻസ്. മമ്മൂക്കയുടെ പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്ത് കയറാം. അവർ നിരാശപ്പെടില്ല. കാരണം വേറൊരു ഡയമെൻഷനാണ് മമ്മൂക്കയുടെ. ഇതുവരെ കാണാത്തൊരു സംഭവം. ഈ 100-400 സിനിമകളിലധികം അഭിനയിച്ച പുള്ളിനെ ഇതുവരെ കാണാത്തൊരു, അത് കണ്ടവർക്ക് മനസ്സിലാവും, ഇതുവരെ കാണാത്തൊരു ഡയമെൻഷനാണ്. പിന്നെ മാത്രമല്ല, വൺ മാൻ ഷോ എന്ന് തീർത്തും പറയാൻ പറ്റത്തില്ല. എന്നിൽ കൂടെ അർജുൻ അശോകൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. സിദ്ധാർത്ഥ് ഭരതൻ കരിയർ ബെസ്റ്റാണ്. കാരണം വേറൊരു സിനിമയിലും പുള്ളി ഇത്ര ക്യാരക്ടറൈസേഷൻ, ഇത്ര ഒരു ഡെപ്ത് കണ്ടിട്ടില്ല. നല്ല പെർഫോമൻസ് ആയിരുന്നു. പുള്ളിയെ ഇതുവരെ വേറൊരു വെറൈറ്റി റോളിൽ കണ്ടിട്ടില്ല. പിന്നെ മമ്മൂക്കേനെ പറയേണ്ട കാര്യമില്ലല്ലോ, ആസ് യൂഷ്വൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആദ്യമായിട്ടായിരിക്കും നമ്മളൊരു, എനിക്ക് തോന്നുന്നു 1984 ആയിരിക്കും ലാസ്റ്റ് ഒരു. പിന്നെ തീർച്ചയായിട്ടും വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. കാരണം 1984 അവസാനമായിട്ടൊരു എൻ്റെ ഗ്രാമം എന്ന് പറഞ്ഞൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി റിലീസാവുന്നത്. 40 വർഷങ്ങൾക്കിപ്പുറം ഒരു മലയാളം മൂവി റിലീസ് ചെയ്യാൻ വലിയൊരു കാര്യം തന്നെ. അത് മിസ് ചെയ്യരുതെന്നാണ് ഞാൻ പറയാം. ഡോൺ ബ്രീത്ത്, ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതുമായിട്ടൊന്ന് കമ്പയർ നമ്മളിത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ജോണർ നമുക്കറിയാം. എസ്പെഷ്യലി കുമാരിലൊക്കെ നമ്മൾ ഇതേ ജോണർ കണ്ടിട്ടുണ്ട്. പക്ഷേ കുമാരിയിൽ നിന്ന് വ്യത്യസ്തമായി എടുത്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാനുള്ള കാരണം നിങ്ങൾ സിനിമ ആണോ മനസ്സിലാക്കും. കാരണം അത് പല എഫക്ട്സ് ഒക്കെ നമുക്കൊന്ന് ഉൾക്കൊള്ളണമെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ കാണണം. എന്നാലേ നമുക്കത് എഫക്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം ആ സമയത്തെ കാലയളവ്, ആ സമയത്തെ മാവ്, ആ സമയത്തെ മരങ്ങൾ, ആ സമയത്തെ ഓട്, ആ സമയത്തെ പലക, പാത്രങ്ങൾ, അതൊക്കെ ആ ഒരു ശരിക്കും ചെയ്തിട്ടുണ്ട്. ആ ഡയറക്ഷനൊക്കെ അടിപൊളിയാണ്. കോവിലല്ല, ആക്ച്വലി മനയാണ്. മനയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. ആകെ ഈ സിനിമ എനിക്ക് എന്നെ അതിശയിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഈ 4 പേരെ വെച്ചിട്ടാണ് എങ്ങനെയെങ്കിലും സിനിമ കൊണ്ടുപോകുന്നത്. ആകെ 4 പേര്, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, മമ്മൂക്ക, ഇവർ 3 പേരേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കേറി വരുന്ന നമ്മുടെ മണികണ്ഠൻ ആചാര്യയും ആ ഒരു ലേഡിയും, ഒരാൾ മാത്രമേ ഉള്ളൂ. അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് അത് കാണുമ്പോൾ മനസ്സിലാവും. സോങ്സ് വന്നിട്ടുണ്ട്. സോങ്സ് ഒരു മാഡൻ്റെ ഈ മറ്റേ ഒരു നോർമൽ ഒരു സാധാരണക്കാരൻ്റെ പാട്ടൊക്കെ നന്നായിട്ടുണ്ട്. അത് ഞാൻ പറയില്ലേ, ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. അർജുൻ അശോകൻ ഈ ഒരു ക്യാരക്ടർ എടുത്തപ്പോഴത്തേക്ക് ഇത്ര ഹെവി ക്യാരക്ടറൊക്കെ ഇദ്ദേഹം താങ്ങുമെന്നറിയില്ലായിരുന്നു. പക്ഷെ നന്നായിട്ട് കേട്ടിട്ടുണ്ട്. അല്ലെ മമ്മൂക്കേ ശരിക്കും അതിനകത്ത് ചില സീൻസൊക്കെ നമ്മൾ ഞെട്ടിക്കുന്നുണ്ട്. അതായത് ആ സൗണ്ട് എഫക്റ്റിനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അപ്പിയറൻസൊക്കെ ഈ ഒരു സമയത്തും ഹാറ്റ്സ് ഓഫ്.